ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവർക്കും അറിയുന്ന പോലെ ആർപ്പുവിളികളും ആഘോഷങ്ങളുമൊക്കെയായി ഞങ്ങൾ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി ഇന്നലെ നമ്മുടെ സ്വന്തം കാണികളുടെ കണ്ണിലുണ്ണി ജിംഷാദിക്ക് എടുത്ത ഫോട്ടോസ് നമ്മൾ കട്ടൗട്ട് അടിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു സ്റ്റീൽ സാറിൻ്റെ. അപ്പോൾ ചെറിയൊരു കട്ടൗട്ടിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നത്. അപ്പം വേറെ എന്തൊക്കെ ചെയ്യണം നമുക്ക് ഐഡിയ ഒന്നുമില്ല, ഞങ്ങൾ പ്രീ പ്ലാൻ ചെയ്ത് വന്നതല്ല. പക്ഷേ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. എമ്പാടും ചിരിച്ച് കാണാനുള്ള സാധനങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കസവിനാലെ ഏകദേശം 1 മില്യൺ ആവാനായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കസവിനാലെ കണ്ടത് 1 മില്യൺ ആക്കി തരണം കേട്ടോ. 4 ആഴ്ച കൊണ്ട് നമ്മൾ സോങ് 1 മില്യൺ ആവാൻ പോവാണ്. ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. എല്ലാവർക്കും ആ പാട്ട് ഒരുപാട് ഇഷ്ടമായി. അപ്പം നമ്മളിപ്പം നിലമ്പൂർ തന്നെയുള്ള ഒരു ഫ്ലക്സിൻ്റെ ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്നലെ ജിംഷാദ് എടുത്ത ഫോട്ടോസ് അവർക്ക് അയച്ചു കൊടുത്ത് ഇന്ന് നമ്മളതിൻ്റെ കട്ടൗട്ട് സാധനങ്ങളും കാറിൽ കയറ്റി കൊണ്ടുപോകാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കേക്ക് സാധനങ്ങളൊക്കെ വാങ്ങണം. ഓരോന്നോരോന്നായിട്ട് നമ്മൾ റിസൾട്ട് കാണുന്നത് വരെ, അതായത് റിസൾട്ട് നോക്കി അതിൻ്റെ അറിഞ്ഞിട്ടുള്ള തുറന്ന ശേഷമുള്ള ആഘോഷങ്ങൾ വരെയുള്ള ഫുൾ സാധനങ്ങൾ ഈ വ്ളോഗിൽ ലഭ്യമായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണും. കൊടുത്ത തിരിച്ചാ തിരിച്ചോ എടാ, വൻ ക്ലാരിറ്റി ആണല്ലോ സാധനം. കുറച്ച് ഗ്രീനിഷ് ആയി തോന്നുന്നല്ലേ? കുഴപ്പമില്ല. എടനൊക്കെ വാ ലുക്സട്ടോ. എൻ്റെ മോനെ, ഇത് ജിംഷാ ഇതിങ്ങനെ ഇത്ര ഉള്ളൂ. ഇതിങ്ങനെ കൊണ്ടുപോയി വെക്കല. അപ്പൊ പൊട്ടാതൊക്കെ നമ്മൾ എന്താ ഇട്ടാ? ഇതോ നല്ല സ്ട്രീമിംഗ് റൂമിൽ വെക്കത് കഴിഞ്ഞില്ലേ? സ്ട്രീമിംഗ് ബാക്കിൽ കുത്തിയേക്കാ. 6 അടി പറഞ്ഞാൽ എൻ്റെ ഹൈറ്റാ കൊടുത്തത് അല്ലേ? എൻ്റെ ഹൈറ്റില്ലേ? അപ്പോൾ സാധനം ജിംഷാദിക്ക് എടുത്ത പിക്കാണ്ടത്. നല്ല സാധനം സെറ്റ് സാധനമായി വന്നിട്ടുണ്ട്. പൊട്ടാതെ നോക്കണല്ലേ? കഴിഞ്ഞില്ലേ? എത്ര റുപ്യ? ഹായ്. അപ്പോൾ ഇതാണ് നമ്മൾ സാധനം കേട്ടോ. എല്ലാം നമ്മൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരുക്കുള്ള സാധനങ്ങൾ ഒരുക്കി കൂട്ടി വെച്ച് ജിംഷാദ് പൈസ വെച്ച് വരും കേട്ടോ. അപ്പം ഇത് വണ്ടി കയറ്റണ്ടേ? വാ, ഇതെവിടെയും കൊണ്ടുപോയിക്കാം. ഇത് നമ്മൾ കെട്ടിട്ട് മുകളിൽ വെച്ച് കെട്ടിപ്പോയാലോ നാട്ടുകാരൊക്കെ കാണുന്ന രീതിയിൽ? വൈഡാക്കിക്കോ. പൊട്ടാതെ നടത്തണല്ലേ? നമുക്കിങ്ങനെ നേരെ അങ്ങോട്ട് ഇങ്ങനെ ഇതിലേക്ക് മടക്കി കയറ്റല്ലേ? ഒന്നിനൊരു കുറവ് നമ്മൾ വരുത്തിയിട്ടില്ല. സ്റ്റീലിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. ഇനി ഈച്ചുവിന്റെ റിസൾട്ട് വരുന്നുണ്ടോ നാളെ? അത് വേറെ വ്ളോഗുണ്ട് കേട്ടോ. ഈച്ചു നാട്ടിലില്ല. ഈച്ചുവിന്റെ ഇതെന്താ പറ്റിപ്പോയാൽ ഓൻ റിസൾട്ടിന്റെ ടൈമിൽ ഓന് ദുബായ് ട്രിപ്പ് വന്നതും ഓന് ദുബായിലേക്ക് പോയതൊക്കെ ഒരേ ടൈമിലായി. അപ്പോൾ ഓന് ഈ ആഘോഷങ്ങളിലും ഇതിലൊന്നും കൂടാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഓൻ പോയത് അതിലേറെ സന്തോഷങ്ങൾ കിട്ടണ, അതിലേറെ ഹാപ്പി ആയിട്ടാണ് നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലേസൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന ടൈമോ എൻജോയ് ചെയ്ത് പോന്നിട്ടെന്നാണ് ഞാനും പറഞ്ഞത്. റിസൾട്ട് കാത്തിട്ടോ ഇവിടുത്തെ ചെറിയ ഞങ്ങൾ ഈ കാട്ടിക്കൂട്ടിൽ കാത്തിട്ടോ ഇവിടെ നിൽക്കേണ്ടതാണ് ഞങ്ങൾ പറഞ്ഞത്. അത് കാണിച്ചെടുത്താ ഇങ്ങനെ തിരിച്ചാണ്ട് വൈഡല്ലേ? വൈഡിട്ടോ എത്ര? 1K. 1 സെക്കൻഡ് അടക്ക്. ഓനെ കാണിച്ചെടുത്താ വണ്ടി ഇറക്ക്. കട്ട് ചെയ്യണ്ട വണ്ടി ഇറക്ക്. നമ്മളാവശ്യത്തിന് ഇത് മതിയെന്ന്. ഇത് കൊടുത്തോ. വണ്ടി കയറ്റണ്ടേ ജിംഷാ? കൊടുക്കട്ടെ, വണ്ടി ഇക്കോ ഇറക്കട്ടെ. ഒന്നുമില്ല. എവിടെ ചേരിച്ചാണ്ടോ? കറക്റ്റ് പിടിച്ച് ഫ്രെയിം. ആ ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മൊരു സപ്പോർട്ട് ഉണ്ടാവും ചെയ്യും.
ഇങ്ങനെ ഇതിൽ കൊള്ളുള്ളൂ കേട്ടോ. നോക്കട്ടെ. ഇങ്ങനെ കടത്തിയൊക്കെ വരും. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി, പൊട്ടാത്ത രീതിയിൽ. അല്ല ഇങ്ങനെ 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 കുസീനില്ല. അപ്പോൾ സാധനം വെച്ചിട്ടാ അതാ കണ്ടോളി. കാണിച്ചെടുത്താ കടത്തി അങ്ങോട്ട് വെച്ചു വണ്ടിയിൽ. ഇവിടുന്ന് കാണിച്ചു കൊടുക്ക്. ബാ ഒന്നിനും ഒരു കുറവ് ഞങ്ങൾ വരുത്തിയിട്ടില്ല. ഞാൻ ബാ, റിസൾട്ടിൻ്റെ സമയമായി പോയി. എപ്പോഴാണ് റിസൾട്ട്? 3 മണിക്കല്ലേ? അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ അഭിനന്ദിച്ച് തുടങ്ങിക്കോളിട്ടാ. കാരണം ഞങ്ങൾക്ക് എന്ത് വന്നാലും, ഞാൻ പറഞ്ഞില്ലേ, തോറ്റാലും ഞാൻ ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നു പറഞ്ഞാൽ ഞാൻ തുനിഞ്ഞിറങ്ങിയ ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടിയാലും ബോണസാണ്. അപ്പോൾ ആഘോഷിച്ച് തുടങ്ങിക്കോളി. എല്ലാവരും കമൻറ്റ് ബോക്സിൽ കങ്കര സ്റ്റീൽ ഇട്ട് തുടങ്ങിക്കോളിട്ട്. ഇപ്പോൾ തന്നെ കമൻറ്റ് ഇട്ട് തുടങ്ങിക്കോളി. ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ടൈം കിട്ടിയെന്ന് വരില്ല. പോലെ നിമിഷം അല്ലാതെ നിൽക്കില്ല. പോവല്ലേ? എന്താ ബില്ലോ കയറി. അപ്പോൾ നമുക്കിനി സാധനങ്ങളൊക്കെ വാങ്ങി, കേക്കും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകട്ടാ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി, സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ കേട്ടോ. അവിടെ എന്താ വെച്ചാൽ അവിടെ കുറച്ച് സാധനങ്ങളുള്ളൂ ആഘോഷങ്ങൾക്കൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഞങ്ങൾ കിട്ടിയതൊക്കെ വാങ്ങി. അത് വാങ്ങി ബ്രൈഡ് ടു ബി. ഇതൊക്കെ മേത്ത് കുത്തിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ഇന്നത്തെ സാധനം. മാൽദീവ്സ് സാധനം. പിന്നെ നെറ്റ്, ഇത് ജിംഷായിന് ഇടാല്ലേ. പിടിച്ചോ. ഇത് ബാക്കിയുള്ള സ്നോയും സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് പടക്കം, നമ്മളെന്നും കൊണ്ടുവരുന്ന പോലെ വലിയ പടക്കങ്ങളില്ല, കുറച്ച് പടക്കം വാങ്ങിക്കണം. പക്ഷെ അതിലൊരു സാധനം ഉണ്ട്, അത് പൊളിക്കും. അപ്പം നമ്മൾ സാധനം ഇറക്കുക. വാ, തുറന്നോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറ വരുന്നുണ്ട്. ഇങ്ങനെ തിരിഞ്ഞേക്കാം. ചെങ്ങനെ പോണു. ആയി വരാനായിട്ടില്ല. അങ്ങോട്ട് പോയിക്കോളെ. വരാനായിട്ടില്ലട്ടോ. നട പൊട്ടിയോ? ഇല്ലല്ല, പഠിച്ച നടുകീറിയാ. നേതാവ്, ഞങ്ങളെ നേതാവ്, നാളെ രാജാവ്, എന്നും ചേതാവ്. തിരിച്ചു പിടിച്ചാലേ. ബാക്കി സാധനങ്ങളൊക്കെ പിന്നെ കൊണ്ടുപോകല്ലേ ആൾക്കാരെ. അവിടെ കാഴ്ചില്ല, ആൾക്കാരൊക്കെ പോകണം. ഫുൾ A+ കിട്ടിയതാ. എത്ര മാർക്ക് ഉണ്ടാവും നല്ലറിയാ. അവിടെ ഇരിക്കി കാണിച്ചരാ. Yo Arso, how are you bro? Hey bro, assalamu alaikum. Da. എങ്ങനെയുണ്ട്? അമ്പനെ ശ്രദ്ധിക്ക്. ആണോ? അല്ല, അത് ഊരിയാ മതി. ബാറ്ററി ചാടിപ്പോയേ. ഒന്നാ? അതെങ്ങനെ? തേനീച്ചൊരു കുത്താത്ത പ്രശ്നം. സാധനം വർക്കിംഗ് ആ, അത് മതി. അതിലെന്നെ രസമുണ്ട്. ജിംഷാദിക്കാൻ ലുക്ക് കാണിച്ചു കൊടുക്കേ. അത് പിടിച്ചാ അനെ കട്ടോട്ടെ. മാഡം തുഷാർസ് വാക്സ് മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുവന്ന പോലെ ഉണ്ട്. അവർക്ക് ഒരേ നിർബന്ധം, എന്റെ കൂടെ ഒരു ഫോട്ടോ. അവർക്ക് ഒരേ നിർബന്ധം, എന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന്. എന്ത് ചെയ്യാം? ഉമ്മച്ചി പറഞ്ഞ എങ്ങനെയുണ്ട്? എന്തോ സാധനം എങ്ങനെയുണ്ട്? മുട്ടായി വേണമെങ്കിൽ പറഞ്ഞോട്ടാ. മുട്ടായി ഉണ്ട്, ഒരു ലോഡ് മുട്ടായി വരും. ഫോട്ടോ
തന്നോ ആര് ഇനിയും വരും ആ അമ്മച്ചി വരുന്നുണ്ട് കേട്ടാ തട്ടിട്ട് വരിട്ടാ ആ അമ്മച്ചി ഒന്ന് വരി ഒരാള് വന്നിക്കണേ അത് കുഴപ്പമില്ല ഇന്നെന്താ വരണേ എന്തിനാ നമ്മളിവിടെ കൂടിയിട്ടുള്ളത് ഇജി എവിടെയായിരുന്നു കൂട്ടാന് എന്താണ് ഓത്താനും താവി എന്താണ് ചുഖമാണോ ബാബാ വരി ബ്രൈറ്റ് ടു ബി ബാ വരി നിങ്ങളെ ബ്രൈറ്റ് ടു ബി ആണ് എന്റെ സ്വപ്നമാണ് ഇത് എടുത്തച്ചോന്റെ കല്യാണത്തിനും പറ്റും എല്ലാത്തിനും പറ്റും സ്ട്രീമിങ്ങിന്റെ ബാക്കിലും കൊടുത്താറുണ്ട് ഇതോന്റെ സ്ഥിരാണ് എന്താ ജിംഷ അന്നലത്തെ എന്റെ പെർഫോമൻസ് അത് കേട്ടോ അടിപൊളിയായി ആടുന്നുണ്ടല്ലോ എന്താണ് ആട്ടം ഇതുപോലെ എല്ലാവരും അടിച്ചു കേട്ടോ അണ്ടൂരി കുറഞ്ഞൊക്കെ നിങ്ങളെ റിസൾട്ട് വരുമ്പോ കേട്ടോ എല്ലായിടത്തും അടിച്ചു കേട്ടോ അക്കാക്കുന്റെ വാക്കട്ടോ ഇജൊക്കെ എഴുതി 10ാം ക്ലാസ് പാസ്സാകുമ്പോഴേ അക്കാക്കു അടിച്ചു തരും കേട്ടോ അക്കാക്കു വന്ന് ബാക്കി ഉണ്ടായാൽ മതി ഇനി പഠിച്ചോനെ ഇജൊക്കെ 10ാം ക്ലാസ് പഠിച്ചോനെ രണ്ടേ സിസ്റ്റേഴ്സും ഉണ്ട് അപ്പൊ നമ്മള് ബാക്കിയുള്ള സാധനങ്ങളും വണ്ടിയിൽ നിന്ന് ഇറക്കട്ടെ ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ഒരു റൂം ഒരുക്കി ഏകദേശം 3 മണിയായി നമ്മൾ ശിവൻകുട്ടി സാർ ഇപ്പോൾ സാധനങ്ങളൊക്കെ പ്രഖ്യാപിക്കും ആരാണ് വി ശിവൻകുട്ടി സാർ അപ്പൊ ശിവൻകുട്ടി സാറെ പത്ര മാധ്യമ സമ്മേളനം ഉണ്ടോ ഇതല്ല അത് കാണ് എങ്ങനെയുണ്ട് ഫുൾ സെറ്റപ്പ് ആയില്ലേ ഫുൾ സെറ്റപ്പ് ആയി പ്രൗഡ് മൊമെന്റ് മാർക്കൊന്നും വന്നിട്ടില്ല പക്ഷെ ഇപ്പൊ പ്രൗഡായി ഞങ്ങളെല്ലാരും ഇനി റിസൾട്ടിന്റെ ആവശ്യമില്ല ഇത് മതി ധാരാളം ആഡ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ളിൽ പോയിട്ട് വണ്ടിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഉള്ളിൽ പോയിട്ട് സ്ട്രീമിംഗ് ഏരിയയിലേക്ക് പോകട്ടെ അഫിന്റെ സ്റ്റീലിന്റെ ഗെയിമിംഗ് റൂമിലേക്ക് പോവാം യെസ് ലെറ്റ്സ് ഗോ അപ്പം സുഹൃത്തുക്കളെ നമ്മൾ ഏകദേശം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി അതാ നമ്മൾ സാധനങ്ങൾ വെച്ചു അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഒരു കട്ടൗട്ട് നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസത്തിന് ആവശ്യമായിട്ടുള്ള ലഡുവും ഞാൻ തന്നെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഒരു കുറവും വരുത്തിയിട്ടില്ല യൂട്യൂബിൻ്റെ സ്ക്രീൻ നമുക്ക് എടുക്കണ്ടോ അത് കോപ്പറേറ്റ് വരൂലേ അത് നമുക്ക് എടുത്താ ഇത് തുറക്കേ ഇതാവുമ്പോ തുറന്നാ മതിയോ ലഡു റിസൾട്ട് കിട്ടിയതിന് ശേഷം കഴിക്കാൻ ആവശ്യമായ ലഡു ഞാൻ സ്പോൺസർ ചെയ്തു അപ്പൊ നമുക്കിവിടെ നമ്മുടെ കൂടെ ഇതാ അണ്ടുണ്ട് 5 ആക്കിയോ അല്ല 0.5 ആക്കോ ഇതാ അണ്ടുണ്ട് നൂറുണ്ട് കുഞ്ഞിമാനുണ്ട് ഇമ്മച്ചി നിയാല് ബാസ്മോങ്ങാക്ക അന്റെ പേരെന്തിനാ ഇന്തിശാം അന്നപ്പല് വിളിച്ചണ പേര് കുടുംബക്കാരോട് ശ്യാം ഉണ്ട് കേട്ടോ ബാസ്മോക്കുണ്ട് അണ്ണുണ്ട് തോട്ട ഇവിടുന്ന് പൊട്ടിച്ചു റിസൾട്ടിന് വന്ന കത്തിച്ച് റൂമിലാണ്ട് അടുപ്പ് തല്ലെങ്കും വെല്ലെങ്കും പോയ അപ്പൊ കേട്ടോ നമ്മളെ റിസൾട്ടിന്റെ സാധനം വെച്ചിട്ടുണ്ടോ ഇത് മാത്രം നമ്മൾ വാങ്ങിയത് എന്തായാലും ഉപയോഗിച്ചതാ എങ്ങനെ RESULT അല്ലേ അനക്ക് എത്ര പ്ലസാ റിസൾട്ടിന് ഇതാണ് സ്പെല്ലിങ് എവിടെയായിരുന്നു എത്രത്തോളം വിജയ ശതമാനത്തിൽ എത്രത്തോളം പ്രതീക്ഷ ഉണ്ട് കേരളത്തിന്റെ വിജയ ശതമാനത്തില് ജയിച്ചു കേരളം ജയിക്കുമെന്നാണ് റിച്ച് പറയുന്നത് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്തായാലും ആണോ മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ A+ഓ
മലപ്പുറം ഗൈസ് എല്ലാവരും കമന്റ് കേട്ടോ. മലപ്പുറത്തിനാണ് അപ്പൊ ഇക്കൊല്ലം ബാക്കി വെക്കാതെ എല്ലാ കൊല്ലം മലപ്പുറം ജില്ലക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഫുൾ A+. അപ്പൊ മലപ്പുറം ഉള്ള ജില്ലയിലുള്ള ഉമ്മമാരും കുട്ടികളെല്ലാവരും മലപ്പുറം 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 കമന്റ് ഇട്ട് സ്പാം ചെയ്തോളിട്ടാ. ഫുൾ മലപ്പുറം 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 മലപ്പുറം. തോട്ട പൊട്ടിച്ചാണെങ്കിൽ റൂമിലിട്ട് ഓന്റെ പെരേത്തോ പന്നിപ്പടക്കം വാങ്ങുക, വായിലിട്ട് പൊട്ടിക്കുക അല്ലേ? ഓന്റെ മുട്ടുകെട്ട് തോട്ടം മാലപ്പടക്കം മൂട്ടുകെട്ടി പാഞ്ഞാലോ? യെസ്. 23,000 ആൾക്കാർ സ്റ്റീലിന്റെ സ്ട്രീമിംഗ് കണ്ടിട്ട്. അപ്പൊ A to Z നമ്മളെ വ്ളോഗത്തെ കാട്ടിലും A to Z അപ്ഡേറ്റ്സ് കാര്യങ്ങൾ മൊത്തം ഉള്ളത് സ്റ്റീലിന്റെ സ്ട്രീമിലാണ്. അപ്പൊ ആ സ്ട്രീം ആരും ഇത് കഴിഞ്ഞിട്ട് കാണാതെ പോയത്. 25,000 ഓൺ ടൈം വാച്ചിങ് ഉണ്ട് സ്റ്റീലിന്റെ സ്ട്രീമിംഗ്. അപ്പൊ എല്ലാവരും അത് കാണുന്നത് കഴിഞ്ഞിട്ട് സ്റ്റീലിന്റെ ചാനലിലേക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട. മലപ്പുറം 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 മഞ്ചേരി 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 മഞ്ചേരി. അപ്പൊ നമുക്ക് ബാക്കി സാധനങ്ങളും പടക്കങ്ങളൊക്കെ ഇവിടെ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ അടിക്കാട്ടോ. പടക്കമൊക്കെ പൊട്ടിച്ചാന്. ഓ ഇതെന്താ ആരോ ആശുപത്രിയിലായോ? എന്നാണ് വീഡിയോ കണ്ട് ഞാൻ വീഡിയോ കണ്ടിട്ട് പോന്നിക്കണ ഇങ്ങോട്ട്. കപ്പോ വീഡിയോ കണ്ടിട്ട് പോന്നിക്കണേ. അപ്പൊ തന്നെ പോന്നു. ഒരു നിമിഷം പോലും കാത്തില്ല. അപ്പൊ നമുക്ക് റിസൾട്ട് എപ്പോഴാണ് വരിക? സൽമാൻ ഇക്കു തട്ടാ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് 4 മണിക്ക് വരുള്ളൂ. ആ അപ്പൊ ഞാൻ 4 മണിയാകുമ്പോ കാണട്ടാ. ഇവിടെ ഒന്ന് വെച്ചിട്ട് വന്നാ അങ്ങോട്ട് തിരിച്ചിട്ടോ. അപ്പൊ ഇത് റിസൾട്ടിനെ വരവേൽക്കുന്ന ലുക്കിൽ സ്റ്റീല്. എടാ മറ്റേ മറ്റേ മേത്ത് കുത്തുന്ന സാധനം അത് കൊടുന്നാ മറ്റേ 2 പിന്നെന്താണ് 2 പിന്നെന്താണ്? ഇതെന്താ ഇതൊക്കെ ഉണ്ടായിട്ട് റബ്ബേ ഇതുള്ളൂ അവിടെ. റിസൾട്ട് ബി ഒന്നുമില്ല. അടക്കടക്കടക്കടക്ക് റിസൾട്ട് ബി ഒന്നുമില്ല കാട്ട്. ആ അണ്ണൻ പരിപാടി കളറാക്കുമ്പോ കളറാക്കിയിരിക്കും. ഇതാ സാധനങ്ങളൊക്കെ മേത്ത് ഫിറ്റ് ചെയ്ത് ഫുൾ പവർ ആയിട്ടോ. ഇത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? പരിപാടി കളറാവണ്ട. കൂളായി ടെൻഷൻ വേണ്ട നോ ടെൻഷൻ. അപ്പൊ നമുക്ക് റിസൾട്ട് വരുമ്പോ കണ്ട ഫുൾ പവറിലാണ് നിർത്തിയേക്കട്ടാ. ലെറ്റ്സ് ഗോ ഗൈസ്. പ്രേക്ഷകരെ, അപ്പോൾ ഏവരും വളരെ ആകാംക്ഷഭരിതം കാത്തിരുന്ന സ്റ്റീലിൻ്റെ റിസൾട്ട് ഞങ്ങൾ കൊണ്ടാടാൻ പോവുകയാണ്, ഞങ്ങൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ റിസൾട്ട് നോക്കാൻ സമയമായി. ജിംഷാദ് ഒന്ന് പുറത്തു പോയിട്ടോ, അവൻ വരാൻ ചിലപ്പോൾ ലേറ്റ് ആവാൻ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ റിസൾട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. സ്ക്രീനിൽ കാണിക്കണ്ട കേട്ടോ, കാരണം ബാൻ വരും. ഫുൾ A പ്ലസ്. ഫുൾ A പ്ലസോ? പടച്ചോനെ, ഫുൾ A പ്ലസ് അടിച്ചിട്ടാ. ഫുൾ A പ്ലസ് അടിച്ചിട്ടില്ലേ? അല്ല, ഫുൾ A പ്ലസ് ഇട്ടാ. ഫുൾ A പ്ലസ് ഫുൾ A പ്ലസ്. നമ്മൾ സ്ട്രീം എടുക്കേ. ഫുൾ A പ്ലസ് 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 ഫുൾ A പ്ലസ്. സന്തോഷമായി രാമകുട്ടി. എവിടാ ഗെയിമിംഗ് സിസ്റ്റം വാങ്ങിക്കൊടുത്തതിന് എന്നെ കുറ്റം പറഞ്ഞവരൊക്കെ എവിടെ എവിടെ എവിടെ
ഫുള്ളല്ലേ ഫുള്ള് പടച്ചോനെ എങ്ങനെ ആകെ പോക്ക അതൊന്നല്ല പോളിഷ്യം ഫുൾ എ പ്ലസ് കിട്ടി ഇപ്പച്ചിനെ കൊല്ലം കാണിച്ചു കൊടുക്കുക ഇപ്പച്ചിന്റെ താളം കാണിച്ചു കൊടുക്കുക ഫുൾ എ പ്ലസ് ഹാപ്പി ഞാനല്ലാത്ത 2 മക്കൾക്കും ഫുൾ എ പ്ലസ് കിട്ടി ജിംഷൈനോളി സ്കൂളിൽ പോയതല്ല ജിംഷൈനോളി പടച്ചോനെ 2 മാസം പഠിച്ചിട്ടാണ് ഇപ്പൊ വാങ്ങിക്കണത്. എനിക്കറിയാം ജനുവരി ഫെബ്രുവരി മാത്രം പഠിച്ചിട്ടാണ് ഇപ്പൊ മാർച്ചിന് പരീക്ഷയ്ക്ക് വയ്ക്കണത് കേട്ടാ. അങ്ങനെ 2 മാസത്തെ പഠിപ്പിൽ ഫുൾ എ പ്ലസ് വാങ്ങി ഗെയിം കളിച്ച് പരിപാടിക്ക് പോകുന്ന സ്ട്രീം ചെയ്ത് യൂട്യൂബ് ബ്ലോഗ് ഇട്ടിട്ട് എല്ലാവിധ കോകരിക്കുലർ ആക്ടിവിറ്റീസും ചെയ്താണ് എന്റെ കുട്ടി ഫുൾ എ പ്ലസ് വാങ്ങിക്കുന്നത്. ഇത് ചെറിയ ദിവസമല്ല, ഇത് സന്തോഷത്തിന്റെ രാവ്. എന്റെ അഭിമാനം നീ കാത്തു വെച്ചോ. ഇതാരടിച്ചു റബ്ബേ ഇതൊക്കെ. നേതാവിന് ഫുൾ എ പ്ലസ് നേടി നേതാവ് കരസ്ഥമാക്കിയിരിക്കുന്നു, ജയിച്ചിരിക്കുന്നു. സ്റ്റീൽ അണ്ണൻ ഒന്നല്ല 100 ഫോട്ടോ ഇതും കൊണ്ട് ചെന്നോ സ്കൂൾക്ക്. ഇതും കൊണ്ട് പോകും സ്കൂൾക്ക്. ഇതില് പറയണ്ടെന്നറിയോ, നമ്മളുടെ പിന്നെ അതല്ല, പിന്നെ ഇതിലേക്ക് ഉൾപ്പെട്ടിട്ടില്ല. ഓന് മാത്സിന് പിന്നിക്കായിട്ട് ഞാന് മാത്സ് ഓനെടുക്കാത്ത നല്ലോണം മാത്സ് കൈകാര്യം ചെയ്യുന്ന ഒരു മാഷ്, ഞാൻ പേര് പറയുന്നില്ല, ആ മാഷോട് ഞാൻ എന്റെ സങ്കടത്തിൽ ഞാൻ പറഞ്ഞു, എന്റെ കുട്ടീനെ ഞങ്ങൾ ആ ടീമിലൊന്ന് ഇടുക്കി മാഷെ, എന്റെ കുട്ടീനെ മാത്സിലൊന്ന് ഇടുക്കി മാഷെ പറഞ്ഞപ്പോ ആ മാഷിനോട് പറഞ്ഞാൽ എന്താ പറയുക, പിന്നെ അവിടെ ഫുൾ എ പ്ലസിന് ഇത്ര ശതമാനം അതിലോനോട് പെർസെന്റേജിൽ കേറി വരാൻ പറയും, അപ്പൊ അതിൽ പെട്ടോളും പെർസെന്റേജിൽ കേറി വന്ന പുലിക്കുട്ടിയാടാ, മെറിറ്റിൽ വന്നവനാടാ, മെറിറ്റിൽ ഒറ്റക്ക് വന്നവനാടാ, ഒറ്റക്ക് വഴിവെട്ടി വന്നവനാടാ പട്ടികളെ. മെറിറ്റിൽ അപ്പൊ നമ്മുടെ ഈ ഒരു റിസൾട്ട് ബ്ലോഗ് കണ്ട് ആനന്ദത്തിലും അർമ്മദത്തിലും ആടിക്കുളിച്ച് എല്ലാവരും ഹൃദയം നിറഞ്ഞ എല്ലാവരും കമന്റ് ബോക്സ് ഫുള്ള് സ്പാം ചെയ്തോളൂ. അങ്ങനെ തുറക്കരുത് എല്ലാ കമന്റ് എടാ ഫുള്ള് ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും ഫുൾ എ പ്ലസ് രാവുകളാണ് ഇനി ഞങ്ങൾക്ക് വരാനുള്ളത്. ഞാനിപ്പോ എന്താ വെച്ചാല് ഞാൻ ഇന്നലെ എനിക്ക് ഇഷ്ടമുള്ള ഒന്നും പറഞ്ഞ വാങ്ങിത്തരാ പറഞ്ഞൊരു ആഹ്വാനം കൊടുത്തിനി, ആകെ പണിയായി. വിതരണം ചെയ്യടാ ലഡു, കൊട്ടടാ മേളം. എനിക്ക് മധുരം വേണ്ട. താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങളെ റൂം ഫുൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മക്കളെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ സ്ട്രീമിംഗ്. വി ലവ് യു ഗൈസ്. ബൈ ബൈ.